നമസ്കാരം. പേപ്പർ പോയിന്റിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് മാതൃഭൂമി വലിയ പ്രാധാന്യത്തോടെ കൊടുത്ത ഒരു വാർത്ത, ഗവർണറും സർക്കാരും വഴങ്ങി വിട്ടുവീഴ്ച. അതായത് സർവകലാശാല VC നിയമനവുമായി ബന്ധപ്പെട്ട് ഗവർണറും സർക്കാരും തമ്മിൽ ഒത്തുതീർപ്പിലെത്തി. ഡോക്ടർ സിസ തോമസിനെ സാങ്കേതിക സർവകലാശാല വൈസ് ചാൻസലറായും ഡോക്ടർ സജി ഗോപിനാഥിനെ ഡിജിറ്റൽ VC ആയും നിയമിച്ചുകൊണ്ടുള്ള ഉത്തരവ് ഉണ്ടായിരിക്കുന്നു. സിസ തോമസിനെ VC ആയി നിയമിക്കാൻ പാടില്ല നിലപാടിൽ നിന്ന് സർക്കാർ പിൻവാങ്ങിയിരിക്കുകയാണ്. ഗവർണറും സർക്കാരും തമ്മിൽ ദീർഘകാലമായി നിലനിന്നിരുന്ന ഒരു പോരിനാണ് അന്ത്യം വന്നത്. അത് മാതൃഭൂമി വലിയ പ്രാധാന്യത്തോടു കൂടി തന്നെ ഒന്നാം പേജിൽ തന്നെ ലീഡ് വാർത്തയായിട്ട് നൽകിയിരിക്കുകയാണ്. മനോരമയുടെയും ലീഡ് വാർത്ത ഇത് തന്നെയാണ്. VC പോരിൽ സമനില, ഇഷ്ടക്കാർക്കായി സർക്കാർ ഗവർണർ ഒത്തുതീർപ്പ്, സുപ്രീം കോടതിയെ മാറ്റി നിർത്താൻ പെട്ടെന്നൊരു ധാരണ. നമുക്കറിയാം, കഴിഞ്ഞ കുറച്ചധികം ദിവസങ്ങളായി ഈ വിഷയത്തിൽ ചർച്ചകൾ നടക്കുകയും ചർച്ചകൾ പരാജയപ്പെടുകയും ഒടുവിൽ സുപ്രീം കോടതി തന്നെ നേരിട്ട് നിയമനം നടത്തും എന്ന തലത്തിലേക്ക് എത്തിയപ്പോഴാണ് വളരെ പെട്ടെന്ന് ധാരണയിലാകുന്നത്. അപ്പോൾ VC പോരിന് അല്ലെങ്കിൽ സർക്കാരും ഗവർണറും തമ്മിലുള്ള ഒരു പോരിന് അവസാനം കുറിച്ചിരിക്കുകയാണ്. പിന്നെ രണ്ടാമതായി മലയാള മനോരമ വലിയ വാർത്തയെ കൊടുത്തിരിക്കുന്നത് VB ജി റാംജി ലോക്സഭയിൽ ആഞ്ഞടിച്ച് പ്രതിപക്ഷം. നമ്മൾ ഇന്നലെ പറഞ്ഞതാണ്, മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിക്ക് പകരം കൊണ്ടുവന്ന പുതിയ പേരിന്റെ പേരിലുള്ള പ്രശ്നങ്ങൾ ഇന്ന് പ്രതിപക്ഷം ആഞ്ഞടിച്ചിട്ടുണ്ട്. തൊഴിലുറപ്പ് പദ്ധതി അട്ടിമറിക്കുന്നെന്ന് ആരോപിച്ച് പാർലമെന്റിന് സമീപം മഹാത്മാഗാന്ധിയുടെ പ്രതിമയ്ക്ക് മുന്നിൽ പ്രതിഷേധിക്കുന്ന പ്രതിപക്ഷ MPമാരായ രാജ്മോഹൻ ഉണ്ണിത്താൻ, അഖിലേഷ് യാദവ്, TR ബാലു, കൊടിക്കുന്നിൽ സുരേഷ്, പ്രിയങ്ക ഗാന്ധി, KC വേണുഗോപാൽ, NK പ്രേമചന്ദ്രൻ തുടങ്ങിയവർ, അവരുടെ ഫോട്ടോ ഉൾപ്പെടെ മലയാള മനോരമ ഫ്രണ്ട് പേജിൽ കൊടുത്തിട്ടുണ്ട്. മാതൃഭൂമി വാർത്തയും വലിയ പ്രാധാന്യത്തോടു കൂടി തന്നെ കൊടുത്തിരിക്കുന്നു. സമരാഗ്നിയായി ഗാന്ധിജി, തൊഴിലുറപ്പ് നിയമ ഭേദഗതി, പാർലമെന്റിനകത്തും പുറത്തും പ്രതിഷേധം, മഹാത്മാഗാന്ധിയുടെ പേര് നീക്കിയതടക്കം ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയെ പൊളിച്ച് പണിതുള്ള പുതിയ ബില്ലിന് നേരെ പാർലമെന്റിനകത്തും പുറത്തും പ്രതിഷേധാഗ്നി എന്നാണ് മാതൃഭൂമി വാർത്ത നൽകിയിരിക്കുന്നത്. അതായത് ഇതിൽ ചിത്രത്തിൽ NK പ്രേമേന്ദ്രനും രാജ്മോഹൻ ഉണ്ണിത്താനും പ്രിയങ്ക ഗാന്ധി അടക്കമുള്ള നേതാക്കന്മാർ ഗാന്ധിജിയുടെ ചിത്രം കയ്യിലെന്തിയ ചിത്രമാണ് മാതൃഭൂമി നൽകിയിരിക്കുന്നത്. എന്തായാലും വലിയ പ്രാധാന്യത്തോടു കൂടി തന്നെ മാതൃഭൂമി ഈ വാർത്ത നൽകിയിട്ടുണ്ട് എന്നത് ഏറ്റവും ശ്രദ്ധേയമായ കാര്യമാണ്. രാജ്യത്തിന്റെ രാഷ്ട്രപിതാവിനെ വിസ്മൃതിയിലേക്ക് മാറ്റാനുള്ള BJP സർക്കാരിന്റെ നീക്കം, സംഘപരിവാറിന്റെ നീക്കത്തിന്റെ ഭാഗമായിട്ടാണ് ഇത്തരമൊരു നടപടി ഉണ്ടായതെന്നാണ് കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കൾ ആരോപിക്കുകയും ചെയ്യുന്നത്. മറ്റൊരു വാർത്ത മാതൃഭൂമി കൊടുത്തിരിക്കുന്നത് കിഫ്ബി മസാല ബോണ്ടുമായി ബന്ധപ്പെട്ട് ED നോട്ടീസിലെ തുടർ നടപടികൾക്ക് ഹൈക്കോടതിയുടെ സ്റ്റേ. അടിസ്ഥാന സൗകര്യ വികസനത്തിനായി ഭൂമി വാങ്ങുന്നത് റിയൽ എസ്റ്റേറ്റ് പ്രവർത്തനമല്ല. കിഫ്ബി വിദേശത്ത് മസാല ബോണ്ട് പുറപ്പെടുവിച്ചതിൽ വിദേശ നാണ്യ വിനിമയ ചട്ടത്തിന്റെ ഫമാലംഘനം നടന്നിട്ടുണ്ടെന്ന EDയുടെ കംപ്ലൈന്റിൽ വിശദീകരണം തേടി ED അഡ്ജുക്കേറ്ററിംഗ് അതോറിറ്റി നൽകിയ നോട്ടീസിലെ തുടർ നടപടികൾ ഹൈക്കോടതി 3 മാസത്തേക്ക് സ്റ്റേ ചെയ്തു. സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ആശ്വാസകരമാണ് ഇത് എന്ന കാര്യത്തിൽ തർക്കമില്ല. ഇത് മാതൃഭൂമി വലിയ പ്രാധാന്യത്തോടു കൂടി തന്നെയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. പക്ഷേ മനോരമയിൽ ഫ്രണ്ട് പേജിലല്ല ഈ വാർത്ത കൊടുത്തിരിക്കുന്നത്, 12ാമത്തെ പേജിലാണ്. മസാല ബോണ്ട്, കിഫ്ബിക്ക് ED നൽകിയ നോട്ടീസിന് 3 മാസം സ്റ്റേ, ED എതിർ സത്യവാങ്മൂലം നൽകണമെന്ന് ഹൈക്കോടതി. ചേട്ടൻ പറഞ്ഞതുപോലെ എന്തായാലും സർക്കാരിന് ഒരു ആശ്വാസമാണ് ഈ ഒരു വാർത്ത. അതോടൊപ്പം തന്നെ മാതൃഭൂമി അതിന്റെ വാർത്തയും വീക്ഷണവും, അതായത് 7ാം പേജിൽ നാഷണൽ ഹെറാൾഡ് കേസ്, ദേശീയ രാഷ്ട്രീയം ഏറെ ശ്രദ്ധിച്ച കേസാണ് നാഷണൽ ഹെറാൾഡ്. കോൺഗ്രസിന്റെ മുൻ അധ്യക്ഷ, മുതിർന്ന നേതാവ് കൂടിയായ സോണിയാഗാന്ധിയും ലോക്സഭാ പ്രതിപക്ഷ നേതാവും കോൺഗ്രസിന്റെ മുൻ അധ്യക്ഷനുമായ സോണിയുടെ മകനുമായ രാഹുലിനും താൽക്കാലിക ആശ്വാസം. ED കുറ്റപത്രം സ്വീകരിക്കാതെ കോടതി എന്നാണ് നാഷണൽ ഹെറാൾഡ് കേസുമായി ബന്ധപ്പെട്ട് മാതൃഭൂമി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. നാഷണൽ ഹെറാൾഡ് കേസിൽ കോൺഗ്രസ് നേതാക്കളായ സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി തുടങ്ങിയവർക്കെതിരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഫയൽ ചെയ്ത കുറ്റപത്രം സ്വീകരിക്കാൻ വിസമ്മതിച്ചു കോടതി. കുറ്റപത്രം FIR-നെ അടിസ്ഥാനമാക്കിയല്ലാത്തതിനാൽ നിയമപരമായി നിലനിൽക്കില്ലെന്ന് പ്രത്യേക ജഡ്ജി വിശാൽ ഗോഖ്നെ വ്യക്തമാക്കി. അതേസമയം പ്രത്യേക ജഡ്ജിയുടെ ഉത്തരവിനെതിരെ അപ്പീൽ നൽകാനാണ് EDയുടെ തീരുമാനമെന്നും മാതൃഭൂമി റിപ്പോർട്ട് ചെയ്യുന്നു. നാഷണൽ ഹെറാൾഡ് കേസിൽ EDക്ക് തിരിച്ചടി, കുറ്റപത്രം തള്ളി. മലയാള മനോരമ ഏറെ പ്രാധാന്യത്തോടെ ഫ്രണ്ട് പേജിലാണ് ഈ വാർത്ത കൊടുത്തിരിക്കുന്നത്. സൈഡില് രാഹുൽ ഗാന്ധിയുടെയും സോണിയാഗാന്ധിയുടെ ഒരു ചിത്രവും ഉണ്ട്. മറ്റൊന്ന്, കേരള അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ കേന്ദ്രം തടഞ്ഞ സിനിമകൾ കേരളം പ്രദർശിപ്പിക്കും. പ്രദർശനാനുമതി നിഷേധിച്ച കേന്ദ്ര നടപടിയെ അവഗണിച്ചുകൊണ്ട് വിലക്കിയ സിനിമകളെല്ലാം കേരള അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ പ്രദർശിപ്പിക്കും. കേന്ദ്ര പ്രക്ഷേപണ മന്ത്രാലയം അനുമതി നൽകാത്ത 19 ചിത്രങ്ങളും മേളയിൽ പ്രദർശിപ്പിക്കണമെന്ന് മന്ത്രി സജി ചെറിയാൻ, അതായത് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ ഔദ്യോഗികമായി ചലച്ചിത്ര അക്കാദമിക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നു. വലിയ പ്രാധാന്യത്തോടു കൂടി തന്നെ 7ാം പേജിൽ വാർത്തയും വീക്ഷണവും 7ാം പേജിൽ മാതൃഭൂമി ഇത് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ അതിൽ പ്രത്യേകം പറയുന്ന ഒരു കോളം വാർത്തയായി അവർ കൊടുത്തിരിക്കുന്നു. സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷൻ അനുമതിയില്ലാതെ പ്രദർശനം നടത്തിയാൽ സിനിമാറ്റോഗ്രാഫ് ആക്ട് പ്രകാരം സംഘാടകർക്ക് 3 വർഷം വരെ തടവ് ശിക്ഷ ലഭിച്ചേക്കാം. കൂടാതെ വലിയ പിഴത്തുക ഈടാക്കാനും ചിത്രത്തിന്റെ പ്രിന്റ് കണ്ടുകെട്ടാനും കേന്ദ്രത്തിന് അധികാരമുണ്ട്. പോലീസിന് വാറന്റ് കൂടാതെ അറസ്റ്റ് ചെയ്യാനും ഈ നിയമം അധികാരം നൽകുന്നെന്ന് മാതൃഭൂമി പ്രത്യേകം ഒരു കോളം വാർത്തയായി നൽകിയിട്ടുമുണ്ട്.
മലയാള മനോരമയിലെ 9ാമത്തെ പേജിലാണ് ഈ വാർത്ത കൊടുത്തിരിക്കുന്നത്. IFFK കേന്ദ്ര വിലക്ക് തള്ളിക്കേരളം, കണ്ണു കെട്ടിയാലും കാണും, എല്ലാ സിനിമകളും പ്രദർശിപ്പിക്കും. കേന്ദ്രം 19 ചിത്രങ്ങളിൽ വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു. ആ 19 ചിത്രങ്ങളും കേരളത്തിൽ പ്രദർശിപ്പിക്കും, അല്ലെങ്കിൽ IFFK പ്രദർശിപ്പിക്കുമെന്ന് മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. ബീഫ് ഉൾപ്പെടെയുള്ള ചിത്രങ്ങളായിരിക്കും പ്രദർശിപ്പിക്കുക. അതോടൊപ്പം തന്നെ മാതൃഭൂമിയുടെ എഡിറ്റോറിയൽ ആവിഷ്കാരത്തോട് ഉത്ഭയം, ആവിഷ്കാര സ്വാതന്ത്ര്യം സർവസ്വമാണ് എന്നാണ് ഇന്ത്യൻ വംശജനായ വിശ്രുത സാഹിത്യകാരൻ സൽമാൻ റുഷ്ദി ഒരിക്കൽ അഭിപ്രായപ്പെട്ടത്. അദ്ദേഹത്തിന്റെ വിവാദമായ നോവൽ സാത്താന്റെ വചനങ്ങൾക്ക് ഇസ്ലാമിക സംഘടനകളുടെ ആവശ്യത്തെ തുടർന്ന് 988 ഇന്ത്യയിൽ നിരോധനം ഏർപ്പെടുത്തിയത് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അദ്ദേഹം ഇത്തരത്തിൽ ഒരു പ്രസ്താവന അദ്ദേഹത്തിന്റെ ഭാഗത്തുണ്ടായിരുന്നു. ഇപ്പോൾ മാതൃഭൂമി ഇത്തരത്തിൽ ഒരു എഡിറ്റോറിയൽ എഴുതാനുണ്ടായ സാഹചര്യം, IFFKയിൽ മലയാളികൾ ഏറെ ശ്രദ്ധിക്കുന്ന അന്താരാഷ്ട്ര ചലച്ചിത്ര വേദിയിൽ നിന്ന് 19 സിനിമകൾക്ക് പ്രദർശനാനുമതി നൽകിയതുമായി ബന്ധപ്പെട്ടാണ് ഇത്തരത്തിൽ ഒരു എഡിറ്റോറിയൽ എഴുതാൻ മാതൃഭൂമി തയ്യാറാകുന്നത്. ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് കൂച്ചുവിലങ്ങിടാനുള്ള അവസരങ്ങൾ സർക്കാരുകൾ പാഴാക്കാറില്ല എന്നും മാതൃഭൂമി പറഞ്ഞു വെക്കുകയാണ്. എന്തായാലും ഇത് ഏറെ ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. ബീഫ് എന്ന പേരിന്റെ പേരിൽ മാത്രം ഒരു ചിത്രത്തിന് പ്രദർശനാനുമതി നൽകുന്നു. പലസ്തീനിലെ വിഷയം ചൂണ്ടിക്കാട്ടി ഗാസയിലെ വിഷയം അടക്കം ഉൾപ്പെടെയുള്ള ചിത്രങ്ങൾ IFFKയിൽ പ്രദർശനാനുമതി നിഷേധിക്കുന്ന ഒരു സാഹചര്യം. എന്തായാലും ആ പ്രദർശനാനുമതി നിഷേധിച്ച നടപടിയിൽ പ്രതിഷേധിച്ച് അത് പ്രദർശിപ്പിക്കണമെന്ന് സംസ്കാര വകുപ്പ് മന്ത്രി സജി ചെറിയാൻ നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട്. മാതൃഭൂമി വലിയ പ്രാധാന്യത്തോടു കൂടിയാണ് ആ എഡിറ്റോറിയൽ പ്രസിദ്ധീകരിച്ചത്. കാരണം കേരളം പോലെ ഒരു നാട്ടിലാണ് ഇത്തരത്തിൽ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് നേരെയുണ്ടായ കടന്നുകയറ്റമെന്ന് പറയാതെ ഇരിക്കാൻ വയ്യ എന്ന് മാതൃഭൂമി ആ എഡിറ്റോറിയലിലൂടെ വ്യക്തമാക്കുകയാണ്. മലയാള മനോരമയുടെ എഡിറ്റോറിയൽ എന്ന് പറയുന്നത് ശുഭയാത്ര കാത്ത് ലോക്കോ പൈലറ്റുമാർ, 3000-ലേറെ ഒഴിവുകൾ നിയമനം നടത്താതെ കിടക്കുന്നു. നമുക്കറിയാം, നമ്മൾ വളരെ ചർച്ച ചെയ്യാതെ പോകുന്ന വിഷയമാണ് ലോക്കോ പൈലറ്റുമാർക്ക് അനുഭവിക്കുന്ന കാര്യങ്ങൾ. അപ്പോൾ അതെല്ലാം വ്യക്തമാക്കിക്കൊണ്ട് അവരുടെ ബുദ്ധിമുട്ടുകള്, 3000-ലേറെ ഒഴിവുകൾ ഉണ്ടായിട്ടും നിയമനം നടക്കാത്തത്, അതുകൊണ്ട് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, ഇതൊക്കെ എന്താണ് സാധാരണഗതിയിൽ ചർച്ച ചെയ്യപ്പെടാതെ പോകുന്ന അല്ലെങ്കിൽ ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന ഒരു വാർത്തയാണ് മലയാള മനോരമ എഡിറ്റോറിയലായി നൽകിയിരിക്കുന്നത്. ഇനി മലയാള മനോരമയുടെ ഫ്രണ്ട് പേജിൽ തന്നെ പുതുപ്രതീക്ഷകൾ എന്ന് പറഞ്ഞിട്ട് തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രിയുടെ ക്രിസ്മസ് പുതുവത്സര വിരുന്നിൽ പങ്കെടുക്കാൻ എത്തിയ നടി ഭാവന, മുഖ്യമന്ത്രി പിണറായി വിജയൻ, മന്ത്രി വി ശിവൻകുട്ടി എന്നിവർക്കൊപ്പം മുഖ്യമന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി CM രവീന്ദ്രന് സമീപം നിൽക്കുന്ന ഒരു ചിത്രം വെച്ചിട്ടുണ്ട്. നമുക്കറിയാം, ഇപ്പോൾ അതിജീവതയുടെ വിഷയം കിടക്കുന്ന സാഹചര്യത്തിലാണ്, അതുകൊണ്ടാണ് പുതുപ്രതീക്ഷകൾ എന്ന് പറഞ്ഞിട്ട് തന്നെ വാർത്ത മനോരമ കൊടുത്തിരിക്കുന്നത്. എന്താണ്, മുഖ്യമന്ത്രിയെ കാണുന്നതിലൂടെ അതിജീവത ഒരു പ്രതീക്ഷ ഉള്ളിൽ അർപ്പിക്കുന്നു എന്നുള്ള തലത്തിലാണ് ഈ വാർത്ത കൊടുത്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ മാതൃഭൂമി 11ാം പേജിൽ ഒരു വാർത്ത നൽകിയിരിക്കുകയാണ്. കേന്ദ്ര മന്ത്രിസഭയിൽ വലിയ പുനഃസംഘടനയ്ക്ക് സാധ്യതയില്ല, ഒഴിവ് നികത്തലും വകുപ്പ് മാറ്റങ്ങളും മാത്രം. BJP വർക്കിംഗ് പ്രസിഡന്റായി നിതിൻ നിബിൻ ചുമതലയേറ്റ പശ്ചാത്തലത്തിൽ കേന്ദ്രമന്ത്രിസഭയിൽ പുനഃസംഘടന ഉണ്ടാകുമോ എന്ന ചർച്ചകൾ രാഷ്ട്രീയ വൃത്തങ്ങളിൽ ആരംഭിച്ചിട്ടുണ്ട്. എന്നാൽ വലിയ തോതിലുള്ള പുനഃസംഘടനയ്ക്ക് സാധ്യതയില്ലെന്നാണ് BJP വൃത്തങ്ങൾ നൽകുന്ന സൂചന എന്നാണ് മാതൃഭൂമി വ്യക്തമാക്കുന്നത്. കേന്ദ്ര ധനസഹ മന്ത്രിയായി പഞ്ചക് ചൗധരി ഉത്തർപ്രദേശ് BJP അധ്യക്ഷനായി നിയമിതനായിട്ടുണ്ട്. സംസ്ഥാന അധ്യക്ഷന്മാരെ തെരഞ്ഞെടുക്കപ്പെട്ടവർ മന്ത്രിപദവി ഒഴിയുന്ന കീഴ്വഴക്കമുള്ളതിനാൽ അദ്ദേഹം കേന്ദ്ര സഹമന്ത്രി സ്ഥാനം രാജിവെച്ചേക്കുമെന്നും മാതൃഭൂമി റിപ്പോർട്ട് ചെയ്യുകയാണ്. ആ വാർത്ത മലയാള മനോരമ കൊടുത്തിട്ടില്ല. മലയാള മനോരമയിലെ മറ്റൊരു വാർത്ത, തദ്ദേശ തെരഞ്ഞെടുപ്പ്, ജില്ലാ, കോർപ്പറേഷൻ, നഗരസഭ ആകെ വോട്ട് ഇങ്ങനെ. UDF 7.5 ലക്ഷം വോട്ട് മുന്നിൽ, LDF-നേക്കാൾ 3.5% വോട്ടുകൾ UDF മുന്നിലെന്ന് പറഞ്ഞിട്ട് എല്ലാ ജില്ലയിലെയും കണക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു സ്പെഷ്യൽ കോളം കൊടുത്തിട്ടുള്ളത് 10 മന്ത്രി മണ്ഡലങ്ങൾ LDF-ന് തിരിച്ചടിയിൽ മുന്നിൽ റോഷി അഗസ്റ്റിൻ, P രാജീവ്, B അബ്ദുൾ റഹ്മാൻ, വീണ ജോർജ്, OR കേളു. നേട്ടത്തിൽ മുന്നിൽ പിണറായി വിജയൻ, KN ബാലഗോപാൽ, GR അനിൽ, P പ്രസാദ്. ഏതൊക്കെ മന്ത്രിമാരുടെ മണ്ഡലങ്ങളിലാണോ വോട്ട് കുറഞ്ഞതെന്നും എവിടെയൊക്കെയാണ് അല്ലെങ്കിൽ ഏതൊക്കെ മന്ത്രിമാരുടെ മണ്ഡലങ്ങളിലാണ് വോട്ട് നിലനിർന്നു പോയതെന്നും ഉള്ള കണക്കുകൾ വ്യക്തമായി മലയാള മനോരമ കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മറ്റൊരു വാർത്ത സ്പോർട്സിലേക്ക് പോകുമ്പോൾ നമുക്ക് മാതൃഭൂമി സ്പോർട്സിൽ IPL താരലേലവുമായി ബന്ധപ്പെട്ട് ഒരു വാർത്ത ഹെഡ്സായി നൽകിയിരിക്കുന്നത്. ഗ്രീൻ ഹിറ്റ്, അതായത് കാമറൂൺ ഗ്രീനിന് 25.20 കോടിയുടെ റെക്കോർഡ് തുകയാണ് ഇത്തവണ ലഭിച്ചിരിക്കുന്നത്. പ്രതീക്ഷിച്ചതുപോലെ തന്നെ ഓസ്ട്രേലിയൻ ഓൾറൗണ്ടർ കാമറൂൺ ഗ്രീൻ ഇന്ത്യൻ പ്രീമിയർ ലീഗ് ക്രിക്കറ്റിൽ മിനി ലേലത്തിൽ പൊന്നും വിലയുള്ള താരമായി എന്നാണ് മാതൃഭൂമി റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്. 2 കോടി അടിസ്ഥാന വില ഉണ്ടായിരുന്ന കാമറൂൺ ഗ്രീനെ 25.20 കോടി രൂപയ്ക്ക് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് സ്വന്തമാക്കിയിരിക്കുന്നു എന്ന് മാതൃഭൂമി റിപ്പോർട്ട് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ 13 മലയാളി താരങ്ങൾ ലേലത്തിന് ഉണ്ടായിരുന്നെങ്കിലും ഇത്തവണ മലയാളികളിൽ ചൈനാമാൻ സ്പിന്നർ വിഘ്നേഷ് പുത്തൂർ മാത്രമാണ് ടീമിലെത്തിയിരിക്കുന്നത്. അടിസ്ഥാന വിലയായ 30 ലക്ഷം രൂപയ്ക്ക് രാജസ്ഥാൻ റോയൽസ് ആണ്
വിഘ്നേഷ് പുത്തൂരിനെ സ്വന്തമാക്കിയിരിക്കുന്നത്. ലേലത്തിൽ 77 കളിക്കാർ ആണ് ലേലത്തിൽ വിവിധ ടീമുകൾ ലേലം ചെയ്ത് വിളിച്ചെടുത്തിരിക്കുന്നത്. ഇതിൽ 28 വിദേശ താരങ്ങളാണ്. ശ്രീലങ്കൻ പേസ് ബൗളർ മദീഷ പതിരണയെ 18 കോടി രൂപയ്ക്ക് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് സ്വന്തമാക്കി. ഓൾറൗണ്ടർ ലിയാങ് ലിവിങ്സ്റ്റനെ 13 കോടി രൂപയ്ക്ക് സൺറൈസേഴ്സ് ഹൈദരാബാദ് സ്വന്തമാക്കി. സ്പിന്നർ രവി ബിഷ്ണോയെ 7.20 കോടിക്ക് രാജസ്ഥാൻ റോയൽസും ഓൾറൗണ്ടർ വെങ്കടേഷ് അയ്യരെ 7 കോടിക്ക് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവും എടുത്തു എന്ന് മാതൃഭൂമി റിപ്പോർട്ട് ചെയ്യുകയാണ്. ഓസ്ട്രേലിയൻ പേസർ മിച്ചൽ സ്റ്റാർക്കിനെ ടീമിലെത്തിച്ച റെക്കോർഡാണ്. അതായത് 24.75 കോടിക്കായിരുന്നു നേരത്തെ മിച്ചൽ സ്റ്റാർക്കിനെ ടീമിലെത്തിച്ചത്. ആ റെക്കോർഡാണ് ഇപ്പോൾ കാമറൂൺ ഗ്രീനിന്റെ തുകയോടുകൂടി തകർന്നിരിക്കുന്നത് എന്നും മാതൃഭൂമി എഴുതിയിരുന്നു. എന്തായാലും IPL മാർച്ച് 2026 മാർച്ച് 26 മുതലാണ് 19ാമത് ഇന്ത്യൻ പ്രീമിയർ ലീഗ് IPL മത്സരങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത്. എന്താ IPL ക്രിക്കറ്റ് പ്രേമികൾ ഏറെ ആകാംക്ഷയോടുകൂടി ആവേശത്തോടുകൂടി കാത്തിരിക്കുന്ന ടൂർണമെന്റിലെ മികച്ച താരങ്ങൾ മാറ്റുരയ്ക്കുന്ന ടൂർണമെന്റിന്റെ ഭാഗമായിട്ടാണ് മിനി ലേലം ഇന്നലെ നടന്നിരിക്കുന്നത്. ഇതിൽ ലേലത്തിൽ പോയ പ്രധാന താരങ്ങൾ, സോൾഡ് ഔട്ട് ആയ താരങ്ങൾ, ഇതിനെക്കുറിച്ചെല്ലാം വളരെ വ്യക്തമായി പറയുന്നുണ്ട്. പ്രശാന്ത് വീറും കാർത്തിക് ശർമ്മ ഉൾപ്പെടെയുള്ള ലേലത്തിൽ തിളങ്ങിയ ക്യാപ്ഡ് താരങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ കുറിച്ചെല്ലാം മാതൃഭൂമി പറഞ്ഞു വെക്കുകയാണ് സ്പോർട്സ് പേജിൽ വളരെ കൃത്യമായി. മലയാള മനോരമയുടെ സ്പോർട്സ് പേജിൽ എവർഗ്രീൻ എന്ന തലക്കെട്ടാണ് കൊടുത്തിരിക്കുന്നത്. IPL ചരിത്രത്തിലെ വില കൂടിയ വിദേശ താരമായി കാമറൂൺ ഗ്രീൻ. ലേലത്തിൽ പണം വാരി ആഭ്യന്തര താരങ്ങളായ പ്രശാന്ത് വീറും കാർത്തിക് ശർമ്മയും. കേരള താരം വിഘ്നേഷ് പുത്തൂർ രാജസ്ഥാൻ റോയൽസിലെന്ന് പറഞ്ഞ് വ്യക്തമായ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും ചിത്രങ്ങളോട് കൂടിയാണ് മലയാള മനോരമ പങ്കുവച്ചിരിക്കുന്നത്. തീർച്ചയായും മാതൃഭൂമിയുടെയും മനോരമയുടെയും സമഗ്രമായ അവലോകനമാണ് നടന്നിരിക്കുന്നതോടുകൂടി ഇന്നത്തെ പേപ്പർ പോയിന്റ് ഇവിടെ അവസാനിച്ചിരിക്കുന്നു. നാളെ വീണ്ടും കാണാം.